ഇല്ലാത്ത വാർത്ത കൊടുക്കുന്നവരല്ലേ ചിലതൊക്കെ. അങ്ങനെ പറയരുത്. എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. അങ്ങയോടെ പറഞ്ഞ ബാക്കി ആരോടുമല്ല. ഹരിദാസിന്റെ വാർത്തകാരിയെ ഞാൻ പറഞ്ഞു. ബാലേട്ടാ ഞങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ പറഞ്ഞതാ. ഈ പൊതുവെ പറഞ്ഞത് മതി. എന്റെ ഓഫീസ് എന്റെ PA കൈക്കൂലി വാങ്ങിച്ചു കള്ളവാർത്ത കൊടുത്താണ്. നിക്കട്ടാ ഇപ്പൊ തന്നെ പൊളിക്കട്ടാ. മന്ത്രി എന്തുകൊണ്ടാ പരാതി കൈമാറിയില്ല? എന്തുകൊണ്ട് നടപടി എടുത്തില്ല? ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും റിപ്പോർട്ട് വാർത്ത പുറത്തുകൊണ്ടിരുന്നത് മന്ത്രിയുടെ സ്റ്റാഫൊക്കെ എവിടെയായിരുന്നു? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അങ്ങയോടാണ് ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ തന്നെ മറുപടി പറഞ്ഞു. വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ വ്യക്തത വ്യക്തം സഹോദര പറയുന്നു അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോ. കളക്ടർ വ്യക്തമാക്കണം, വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് ഏതുകൊണ്ട് മുൻവിധിയോടുകൂടി പെരുമാറിയത് പോലെയാണ്. ഇത് കളക്ടറാണ് വിശദമാക്കേണ്ടത്, ഞാൻ ഇറക്കിയ ഉത്തരവൊന്നുമല്ല. എന്തിനാ ഇങ്ങനെ സ്വന്തം പറ്റുവച്ച് നാട്ടണത്? പക്ഷേ അത് കളക്ടർ വിശദമാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വിശദീകരിക്കാറുണ്ടോ കാര്യങ്ങൾ? മതി 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 എടാ കിടന്നുരുളാതെ. എനിക്ക് പറയേണ്ട കാര്യമില്ല. എപ്പോഴും അങ്ങനെയല്ലേ പറയുന്നത്? നിങ്ങളുടെ ചർച്ചകളിൽ എന്റെ പടം വെച്ച് കൈക്കൂലി വാങ്ങിച്ചു കൊടുക്കുമ്പോ എന്റെ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്? മതിയടാ ഞങ്ങളുടെ ജോയിന്റിൽ ഓയിൽ അടിച്ചത് മതി. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വേണ്ട, താൻ പറയണ്ട, പറയുന്നത് കേട്ടാ മതി. പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എടുത്തു തരാലോ. മന്ത്രിയിലേക്കാണ് നിങ്ങളുടെ ചർച്ചകൾ ഞാൻ എടുത്തു കാണിക്കാലോ. ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത്. ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയുന്നത് നിനക്കൊന്നും സഹിക്കില്ലല്ലേ? മന്ത്രിയുടെ ഓഫീസിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്ന ഒരു പരാതി ധൈര്യം കൊള്ളാം. എന്ത് പറ്റി? ആൾക്ക് ഇപ്പൊ പഴയ പോലെ പേടില്ലാണ്ടായോ? അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. മന്ത്രി തന്നെയാണ് വിഷയം എടുത്തിട്ടുള്ളത്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? എവിടെയായി കൈക്കൂലി വാങ്ങിച്ചോ? കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസല്ലേ ചോദിച്ചു? രണ്ട് ഡേറ്റ് പറഞ്ഞില്ലേ? എന്റെ PA അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ആര് തന്ന പരാതിയാണ്? ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനി ഒറ്റ വഴിയുള്ളൂ. നിങ്ങൾ ഇങ്ങനെയല്ലേ വാർത്ത കൊടുക്കുന്നത്? പരാതിക്കാരുടെ പരാതിയും പൈസ വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ മൂപ്പരോട് ചോദ്യങ്ങളൊന്നും അധികം ചോദിക്കണ്ട. മൗനവ്രതം തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. പരാതിയും പൈസ വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. കാരണം നിങ്ങൾ കൊടുത്ത കള്ള വാർത്ത എന്റെ മുന്നിലുണ്ട്. പരാതിക്കാരന്റെ പരാതി അടിസ്ഥാനമാക്കി എന്റെ ഓഫീസിനെ കൊടുക്കാൻ ശ്രമിച്ചില്ലേ? സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. നിങ്ങൾ എത്ര ഫോൺ കോൾ ഹരിദാസിനെ വിളിച്ചു? ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോലീസിന് മൊഴിയും കൊടുത്തിട്ടുണ്ട് മാഡം. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. നടപടി സ്വീകരിക്കും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയില്ലേ അവളുടെ സ്വഭാവം? ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം. ഒരു ജില്ല വലിയ നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. എന്നെയും കൊണ്ടേ പോകുന്ന നിർബന്ധമാണ്. അതെ, ആ കളക്ടർ ഇറക്കിയ ഓർഡറിൽ കളക്ടർ പറഞ്ഞല്ലോ. നിങ്ങൾ തന്നെ ഇന്നലെ മാധ്യമങ്ങൾ വന്ന് പറഞ്ഞു ഞങ്ങളെ അവിടെ. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? 2023 ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഹാർട്ടോട് കൂടി കളക്ടർ പറഞ്ഞു അത് ഞാൻ മാറ്റിയെടുക്കാം. പക്ഷെ അത് വ്യക്തമാക്കണം എന്നൊക്കെ പറയുന്ന ഇത് ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? നമ്മുടെ ഉത്തരവിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.